ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 10ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രിയിലെ അവസാനത്തെ ചാപ്റ്ററിൻ്റെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം, സമയം കളയണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു ടെസ്റ്റ് ട്യൂബ് കൊടുത്തിട്ടുണ്ട്. ആ ടെസ്റ്റ് ട്യൂബിൽ 2 കെമിക്കൽസ് ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്. ഇവ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NaOH ആണ്. അതുപോലെ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ NH4Cl ആണ്. ഇവ രണ്ടും റിയാക്ട് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് ഒരു ഗ്യാസ് കിട്ടും. ആ ഗ്യാസിന്റെ പേര് NH3 അഥവാ അമോണിയ എന്നാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയണം. സോഡിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് NH3 അഥവാ അമോണിയ എന്ന് പറയുന്ന ഗ്യാസ് അവിടെ ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യം മനസ്സിലായല്ലോ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ ഇത്രയേ പറയുന്നുള്ളൂ, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ ഗ്യാസ് ഫോംഡ്, അസിഡിക് ഓർ ബേസിക്? അതായത് ഇവിടെ ഉണ്ടായ ഗ്യാസ് അമോണിയ ആണ്, അത് ആസിഡ് ആണോ ബേസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം അമോണിയ എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്. വെരി ഗുഡ്, എല്ലാവരും ആൻസർ പറഞ്ഞു. അമോണിയ എന്ന് പറയുന്നത് ബേസിക് സബ്സ്റ്റൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ദിസ് പ്രോഡക്റ്റ് ഈസ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർഡ്? അമോണിയയുടെ നിർമ്മാണമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വ്യാവസായികപരമായിട്ട് അമോണിയ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമുക്കറിയാം ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് ഹേബർ പ്രോസസ് എന്നാണ്. എന്താണ് പറയുക? ഹേബർ പ്രക്രിയ. അപ്പോൾ അമോണിയയുടെ നിർമ്മാണത്തിന് പറയുന്ന പേര് ഹേബർ പ്രക്രിയ അഥവാ ഹേബർ പ്രോസസ് എന്നാണ്. അതിനകത്ത് ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ താഴെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇക്വേഷൻ എഴുതി തരാം. ഓക്കെ, അപ്പോൾ N2 + 3H2 gives 2NH3. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ അവസാനം എന്തുണ്ടാകും? ഹീറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ താപം രൂപപ്പെടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ഇക്വേഷൻ പഠിക്കുക. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ആരോ മാർക്കിന് പകരം എന്ത് കൊടുക്കാം? യെസ്, റിവേഴ്സിബിൾ റിയാക്ഷൻ ആക്കിയിട്ട് കൊടുക്കാം. ബിക്കോസ് അങ്ങടും ഇങ്ങടും നടക്കും, അതായത് ഫോർവേഡും ബാക്ക്വേർഡ് റിയാക്ഷനും രണ്ടും പോസിബിൾ ആണ്. അതുകൊണ്ട് ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ബി ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനിൽ പറയുന്ന പേര് ഹേബർ പ്രോസസ് എന്നാണ്. ആ ഹേബർ പ്രോസസ്സിൻ്റെ ഇക്വേഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. N2 + 3H2 gives 2NH3 + ഹീറ്റ്. അതായത് ഇതൊരു ഹീറ്റ് ലിബറേറ്റിംഗ് ആണ്. അതായത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഹീറ്റിനെ പുറത്തേക്ക് കളയുന്ന റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അത് മാത്രമല്ല 1:3 റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്? നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്യുന്നത്. ഒരു നൈട്രജന് 3 ഹൈഡ്രജൻ എന്ന രീതിയിലാണ് എന്തായിട്ട് മാറുന്നത്? അമോണിയ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. 1:3 റേഷ്യോ ആണെന്ന് ഒരു ചെറിയ പാരഗ്രാഫിനകത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ട് കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നു, സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഒബ്സർവേഷൻ വെൻ ഗ്ലാസ് റോഡ് ഡിപ്ഡ് ഇൻ HCl ഈസ് ഷോൺ ഇൻ ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്? അപ്പോൾ മക്കളെ, ഞാൻ പറഞ്ഞു ഈ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് പുറത്തേക്ക് വരുന്ന ഗ്യാസ് ഏതാണ്? NH3 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്യാസ് ആണ്, അഥവാ അമോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്യാസ് ആണ്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് റോഡ് എന്ത് ചെയ്യാണ്? HCl മുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു HCl നിറച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള എന്താണ് ഗ്ലാസ് റോഡിന് ഞാൻ എന്ത് ചെയ്യുന്നു? എവിടേക്ക് എത്തിക്കുന്നു? ഈ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഈ ഒരു ഗ്ലാസ് റോഡിൽ എന്തുണ്ട്? ഇനി HCl ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇവിടെ രൂപപ്പെട്ട അമോണിയയും ഗ്ലാസ് റോഡിൽ ഉണ്ടായിരുന്ന HCl തമ്മിൽ എന്ത് നടക്കും? റിയാക്ഷൻ നടക്കും. അപ്പോൾ അത് എന്ത് ഒബ്സർവേഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങളത് പഠിക്കണം. എന്താണ്? വൈറ്റ് ഡെൻസ് ഫ്യൂംസ്. എന്താണ്? വൈറ്റ് ഡെൻസ് ഫ്യൂംസ്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു കോട്ടൻ്റെയും 2 കോട്ടനുകൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വെച്ച് കഴിഞ്ഞിട്ട് റിയാക്ഷൻ നടക്കുന്ന കേസൊക്കെ പറയുന്നുണ്ട്. ശരിയല്ലേ? യെസ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒബ്സർവേഷൻ എന്താണ്? വൈറ്റ് ഡെൻസ് ഫ്യൂംസ്. അതായത് വെളുത്ത നിറത്തിലുള്ളൊരു പുക പോലെ അല്ലെങ്കിൽ ഒരു പൊടി പോലെയൊക്കെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ടെസ്റ്റ് ട്യൂബിനകത്ത് രൂപപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള ഒരു ഇക്വേഷൻ അവർ ചോദിച്ചിട്ടുണ്ട് അല്ലേ? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. ആ ഇക്വേഷൻ ഞാനിവിടെ എഴുതി കൊടുക്കുകയാണ്, ശ്രദ്ധിച്ചു വെച്ചോണം എല്ലാവരും. ഇക്വേഷൻ അതായത് രണ്ടാമത്തേതാണ് നമ്മൾ എഴുതുന്നത്. സി ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. NH3 ആണ് അവിടെ നിന്ന് വന്ന ഗ്യാസ്. അതുപോലെ നമ്മൾ ഗ്ലാസ് റോഡിൽ HCl എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ HCl തമ്മിൽ റിയാക്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? NH3നെയും HClനെയും കമ്പൈൻ ചെയ്തിട്ട് NH4Cl അഥവാ എന്താണ്? അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്താൽ മതി. ഇതാണ് നമുക്ക് സി ക്വസ്റ്റ്യൻ്റെ
ഞാനിവിടെ സ്പേസ് ഇല്ലാത്തത് കാരണം എന്താണ് സി ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ ഉത്തരമാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അമോണിയ, പുറത്തേക്ക് വന്നിട്ടുള്ള അമോണിയയും ഗ്ലാസ് റോഡിൽ ഉണ്ടായിരുന്ന HCl-ഉം തമ്മിൽ റിയാക്ഷൻ നടന്നിട്ട് അവിടെ അമോണിയം ക്ലോറൈഡ് രൂപപ്പെട്ടു. ക്ലിയർ ആണല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ? ഈ ഒരു ക്വസ്റ്റ്യൻ വേണ്ടവർ എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹേബർ പ്രോസസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മക്കളെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാഫ് ഓഫ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഈസ് ഗിവൺ ബിലോ. നേരത്തെ കണ്ട ഇക്വേഷൻ്റെ ഒരു ഗ്രാഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ ദ പോയിന്റ് എ റെപ്രസെൻറ്റ്സ്. നിങ്ങൾക്കറിയാലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരുപോലെ വരുന്ന പോയിന്റിനെയാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് എ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. വെരി ഗുഡ്. കെമിക്കൽ ഇക്വിലിബ്രിയം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഇനി തെറ്റിക്കാതെ ആൻസർ ചെയ്തോണം. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പോയിന്റ് ആണ് എ എന്ന് പറഞ്ഞിട്ട് അവർ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ബി ക്വസ്റ്റ്യൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗ്രാഫ് എക്സ്പ്ലെയിൻ ഹൗ കാറ്റലിസ്റ്റ് ഇൻഫ്ലുവൻസ് ദിസ് റിയാക്ഷൻ. എങ്ങനെയാണ് ഒരു ഉൾപ്രേരകം ഈ പറഞ്ഞ റിയാക്ഷനിൽ സഹായിക്കുന്നത്, എങ്ങനെയാണ് കാറ്റലിസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ചോദിക്കേണ്ട മക്കളെ, നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചു വെച്ചിട്ടുള്ള സംഭവമാണ്. ഒരു റിയാക്ഷനകത്തേക്ക് കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു റിയാക്ഷൻ എന്ത് ചെയ്യും? പെട്ടെന്ന് നടക്കാനായിട്ട് ശ്രമിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറ്റലിസ്റ്റ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക? യെസ്, കാറ്റലിസ്റ്റ് ഹെൽപ്സ് ടു അറ്റൈൻ ഇക്വിലിബ്രിയം ഫാസ്റ്റ്ലി. അതായത് ഇക്വിലിബ്രിയത്തിനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഇക്വിലിബ്രിയത്തിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു, നിങ്ങളിങ്ങനെ പറഞ്ഞ് എഴുതിക്കോണം, ഹെൽപ്സ് ടു അറ്റൈൻ ഇക്വിലിബ്രിയം ഫാസ്റ്റ്ലി. അതായത് ഇക്വിലിബ്രിയം പെട്ടെന്ന് തന്നെ എത്താനായിട്ട് ആര് സഹായിക്കുന്നു? കാറ്റലിസ്റ്റ് സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, അതിനകത്ത് നമുക്ക് 2 കാറ്റലിസ്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് സ്പോഞ്ച് അയേൺ പഠിക്കാനുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് സ്പോഞ്ച് അയേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെനേഡിയം പെൻറ്റോക്സൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പോഞ്ച് അയേൺ എന്ന് പറയുന്നതാണ് നമുക്ക് ഹേബർ പ്രോസസ്സിൽ, അതായത് ഈ കൊടുത്തിട്ടുള്ള ഇക്വേഷൻ ഇല്ലേ, അതിനകത്ത് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോഞ്ച് അയേൺ ആണ്. ഇനി അതുപോലെ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷനിൽ, H2SO4ന്റെ പ്രിപ്പറേഷനിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഈ പറഞ്ഞ പോലെ V2O5 അഥവാ വെനേഡിയം പെൻറ്റോക്സൈഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? സ്പോഞ്ച് അയേൺ ആണ്. ബിക്കോസ് NH3 ഈ പറഞ്ഞ അമോണിയയുടെ പ്രിപ്പറേഷനിൽ ഉപയോഗിക്കുന്നത് സ്പോഞ്ച് അയേൺ എന്ന് പറഞ്ഞ കാറ്റലിസ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ കാറ്റലിസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുക? ഹെൽപ്സ് ടു അറ്റൈൻ ഇക്വിലിബ്രിയം ഫാസ്റ്റ്ലി. ഇക്വിലിബ്രിയം പെട്ടെന്ന് എത്തിക്കാനാണ് ഒരു കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൾപ്രേരകങ്ങൾ സഹായിക്കുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ആഫ്റ്റർ റീച്ചിങ് എ. അതായത് എ എന്ന് പറയുന്ന പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അഥവാ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു റിയാക്ഷനിൽ എന്തൊക്കെ മാറ്റം വരുത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ N2+3H2 ഗീവ്സ് 2NH3. ഇതല്ലേടാ നമ്മുടെ റിയാക്ഷൻ? യെസ്. നമുക്ക് തന്നിട്ടുള്ള റിയാക്ഷനിൽ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇവിടെ മാറ്റം സംഭവിക്കുക? അപ്പോൾ നിങ്ങൾ പ്രഷറിൻ്റെ കേസ് എടുക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതായത് ലെഫ്റ്റ് സൈഡിൽ എത്ര മോൾസ് ഉണ്ട് നോക്കുക. എന്താണ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ ഓഫ് മോൾസേ ഉള്ളൂ അല്ലേ, ഒരു N2 മാത്രമേ ഉള്ളൂ. ഇനി H2 എന്ന് പറയുമ്പോൾ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ ആകെ മൊത്തം ലെഫ്റ്റ് സൈഡിൽ എത്ര മോൾസ് ഉണ്ടടാ? 4 മോൾസ് ഉണ്ട്. ക്ലിയർ ആണോ? ഇനി റൈറ്റ് സൈഡിൽ എത്ര മോൾസ് ഉണ്ട്? നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ. യെസ്, 2 മോൾസേ ഉള്ളൂ. വെരി ഗുഡ്. സിമ്പിളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ റൈറ്റ് സൈഡിൽ 2 മോൾസേ ഉള്ളൂ. അപ്പോൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ മക്കളെ, പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മോൾസ് കൂടുതലുള്ള സ്ഥലത്തു നിന്ന് കുറവുള്ള സ്ഥലത്തേക്കായിരിക്കും റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഇവിടെ എവിടെയാണ് കൂടുതൽ മോൾസ് ഉള്ളത്? 4 അല്ലേ. അപ്പോൾ പ്രഷർ കൂട്ടുമ്പോൾ കൂടുതലിൽ നിന്ന് കുറവിലേക്കാണ് റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ 4ൽ നിന്ന് 2ലേക്കാണ് റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ കൂടുതലിൽ നിന്ന് കുറവിലേക്കാണ് റിയാക്ഷൻ നടക്കുക. അപ്പോൾ പ്രഷർ കൂട്ടിയാൽ എന്താ സംഭവിക്കുക? നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളതിൽ നിന്ന് കുറവിലേക്കാണ് റിയാക്ഷൻ നടക്കുക. പഠിച്ചു വെച്ചോണം. അപ്പോൾ നമുക്ക് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എങ്ങനെയാണ്? ഞാനിവിടെ ഗ്രീൻ ഇങ്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. 4ൽ നിന്ന് 2ലേക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫോർവേഡ് റിയാക്ഷൻ. ഇനി തിരിച്ചെഴുതുന്നതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ എവിടേക്കാണ് ആരോ മാർക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്? 4ൽ നിന്ന് 2ലേക്ക് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ അല്ലേ, ഫോർവേഡ് റിയാക്ഷൻ, മുന്നോട്ടുള്ള പ്രവർത്തനം. അപ്പോൾ എന്ത് കൂടാനാണ് സാധ്യത? നിങ്ങൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക. എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? കൂടും. ഫോർവേഡ് റിയാക്ഷൻ പെട്ടെന്ന് നടക്കും. മുന്നോട്ടുള്ള പ്രവർത്തനമാണ് പെട്ടെന്ന് നടക്കുക. ക്ലിയർ ആയല്ലോ മക്കളെ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, NH3 ഈസ് റിമൂവ്ഡ് ഫ്രം ദ സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് NH3നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു.
ഇപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, നിങ്ങളൊന്ന് വിചാരിക്കുക ഇതൊരു ടെസ്റ്റ് ട്യൂബിനകത്ത് നടക്കുന്ന പ്രവർത്തനമാണ്. ഇപ്പം നമ്മൾ N2ഉം H2ഉം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, റിയാക്ട് ചെയ്യിപ്പിച്ചു. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് NH3 ഇങ്ങനെ കൂടുതലായിട്ട് ഉണ്ടായി വരികയാണ്. അപ്പോൾ NH3 ഇനി നിറഞ്ഞു കഴിഞ്ഞു, ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് എന്താണ് NH3 ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ NH3ക്ക് ഇനി വരാനായിട്ട് പുതുതായിട്ട് NH3 ഉണ്ടാവാനായിട്ട് ആ സ്പേസ് കുറവാണ്, ബിക്കോസ് ഇത് ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞു. ഇനി NH3നെ എന്ത് ചെയ്താൽ മാത്രമേ ഈ റിയാക്ഷൻ കൂടുതലായിട്ട് നടക്കുകയുള്ളൂ? NH3നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ NH3നെ റിമൂവ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് NH3 ഉണ്ടാവാനും ഈ പറഞ്ഞ N2ഉം H2 ഒക്കെ റിയാക്ട് ചെയ്ത് NH3 ഉണ്ടാവാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ NH3 ഈസ് റിമൂവ്ഡ് ഫ്രം ദ സിസ്റ്റം. NH3നെ എന്ത് ചെയ്തു, റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് പ്രവർത്തനം നടക്കും, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും അല്ലെ, ഫോർവേഡ് റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഡീറ്റെയിൽഡ് ക്ലാസ്സസിൽ ഞാൻ പറഞ്ഞതാണ്, കൂടുതൽ ഡിസ്കഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത് രണ്ടിൻ്റെ കേസിലും എന്തുതന്നെയാണ്, ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്, ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചോണം. ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രഷർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും, നൈട്രജൻ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും, അമോണിയ റിമൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും, സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്, പഠിച്ചു വെച്ചോണം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്ലോ ചാർട്ട് ഓഫ് ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് H2SO4 ഇസ് ഗിവൺ ബിലോ. ഐഡന്റിഫൈ A and B. H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷന്റെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാണ്. അതൊന്ന് ഫില്ല് ചെയ്തിടാം പെട്ടെന്ന്. എയും ബിയും ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ നോക്കൂ. അതായത് ഇവിടെ നടന്നതൊന്നുമില്ല. സൾഫറിനെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് SO2 സൾഫർ ഡയോക്സൈഡ് ആക്കി, എന്നിട്ട് 450 ഡിഗ്രി സെൽഷ്യസിൽ വനേഡിയം പെന്റോക്സൈഡ് ഉപയോഗിച്ച് വീണ്ടും ഓക്സിജന്റെ പ്രസൻസിൽ എന്ത് ചെയ്യാണ്, ഹീറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഈ A എന്ന് പറയുന്ന സ്ഥലത്ത് SO2ന് പകരം എന്ത് കിട്ടും, കൂടുതൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു അല്ലെ. ഇവിടെ SO2 ആയിരുന്നു, വീണ്ടും ഓക്സിജനായിട്ട് കൂടുതൽ റിയാക്ട് ചെയ്യിപ്പിച്ചപ്പോൾ അതെന്തായിട്ട് മാറി, SO3 ആയിട്ട് മാറി, സൾഫർ ട്രൈ ഓക്സൈഡ് ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് A എന്ന് പറയുന്നത് SO3 ആയിട്ട് നമുക്ക് കിട്ടി. ഇനി ഈ SO3നെ കോൺസെൻട്രേറ്റഡ് H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് H2S2O7 ആണ്, പ്രിന്റ് മിസ്റ്റേക്ക് ആണ്, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഈ H2S2O7 ഒരു എക്സാമിന് പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് ഒലിയം എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒലിയത്തിനെ നമ്മൾ വേറൊരു റിയാക്ടിങ് ഏജന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, H2SO4 ആക്കി മാറ്റുകയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിലേക്ക് എന്ത് ആഡ് ചെയ്യാണ്, വാട്ടർ അഥവാ വെള്ളത്തിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ H2S2O7 ഒലിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഒബ്സർവേഷൻ ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ആൻഡ് ഐഡന്റിഫൈ വിച്ച് പ്രോപ്പർട്ടി ഓഫ് H2SO4 ഈസ് യൂസ്ഡ് ഹിയർ. അതായത് ഈ പറഞ്ഞ H2SO4ന്റെ ഏത് പ്രോപ്പർട്ടിയാണ് താഴെ പറയുന്നതിൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നത് എന്താണ്, കോൺസെൻട്രേറ്റഡ് H2SO4 ഈസ് ആഡഡ് ടു ബ്ലൂ കളേർഡ് ക്രിസ്റ്റൽസ് ഓഫ് കോപ്പർ സൾഫേറ്റ് ടേക്കൺ ഇൻ എ വാച്ച് ഗ്ലാസ്. അതായത് ഒരു വാച്ച് ഗ്ലാസ്സിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലൂ കളേർഡ് കോപ്പർ സൾഫേറ്റ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് എന്ത് ആഡ് ചെയ്യാണ്, കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യാണ്. അപ്പോൾ H2SO4 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഓൾറെഡി എന്തായിരുന്നു, ബ്ലൂ കളേർഡ് ആയിരുന്നു. ഈ H2SO4 ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബ്ലൂ കളർ മൊത്തം എന്താകും, ഡിസപ്പിയർ ആവും. അപ്പോൾ ഇവിടുത്തെ ഒബ്സർവേഷൻ എന്താണെന്ന് അവർ ചോദിച്ചിരിക്കുന്നത്, ഒബ്സർവേഷൻ നിങ്ങൾ പഠിക്കുക. എന്താണ്, ബ്ലൂ കളർ ഫെയ്ഡ്സ് അല്ലെങ്കിൽ ബ്ലൂ കളർ ഡിസപ്പിയേഴ്സ്. ബ്ലൂ കളർ ഡിസപ്പിയർ ചെയ്യും, അതായത് അവിടെ നഷ്ടപ്പെടും, ആ ഒരു നിറം നഷ്ടപ്പെടും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ H2SO4 എന്ന് പറയുന്നത് ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. എന്താണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്? എന്താണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഹൈഡ്രജനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വാട്ടറിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഏജന്റ് ആണ്, ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ് ആരെന്ന് പറയുന്നത്, H2SO4, കോൺസെൻട്രേറ്റഡ് H2SO4 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ബ്ലൂ കളർ ഡിസപ്പിയർ ചെയ്യും, അതുപോലെ തന്നെ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയതുകൊണ്ട് ഒരു വാട്ടറിനെ റിമൂവൽ നടക്കുകയും ചെയ്യും. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ അയോൺസ് റിലീസ്ഡ് ഡ്യൂറിംഗ് ദ അയോണൈസേഷൻ ഓഫ് ദ മോളിക്യൂൾ ഓഫ് ദ സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് എന്താണ്, നിങ്ങൾക്കറിയാം ഏത് ആസിഡാണത്, ഡൈ ബേസിക് ആസിഡ് ആണ് അല്ലേ. ഏത് ആസിഡാണ്, ഡൈ ബേസിക് ആണ് സൾഫ്യൂരിക് ആസിഡ്, ഡൈ ബേസിക് ആസിഡ്. അതെങ്ങനെ നമുക്ക് മനസ്സിലായത്, എടാ അതിന്റെ ഫോർമുല നോക്കടാ, H2SO4. H2 എത്ര എച്ച് ഉണ്ട്, 2 എച്ചുകൾ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര അയോണുകൾ രൂപപ്പെട്ടിട്ടുണ്ടാവും, എത്ര H+ അയോണുകൾ ഉണ്ടായിട്ടുണ്ടാവും,
ഉണ്ടായിട്ടുണ്ടാവും? വെരി ഗുഡ്, 2 H+ അയോണുകൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ അയോൺസ് റിലീസ്ഡ്. ഇവിടെ നിന്ന് ആകെ 2 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ 2 ഹൈഡ്രജൻ അയോൺസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇവിടെ നിന്ന് റിയാക്ഷൻ നടന്നിട്ട് പുറത്തേക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി എത്ര ഹൈഡ്രജൻ അയോൺസ് റിലീസാകും? 2 ഹൈഡ്രജൻ അയോൺസ് റിലീസാവും. ക്ലിയർ ആണല്ലോ? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ വി യൂസ് കോൺസെൻട്രേറ്റഡ് H2SO4 ആസ് ദ ഡ്രൈയിങ് ഏജന്റ് ഫോർ ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് NH3? അമോണിയയുടെ നിർമ്മാണത്തിന് സമയത്ത് കോൺസെൻട്രേറ്റഡ് H2SO4നെ ഒരു ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇഫ് വി യൂസ്ഡ് ഇറ്റ് ആസ് ഡ്രൈയിങ് ഏജന്റ് ദ കെമിക്കൽ ഇക്വേഷൻ, ആ ഒരു കെമിക്കൽ ഇക്വേഷൻ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അമോണിയയുടെ പ്രിപ്പറേഷൻ്റെ സമയത്ത് നമുക്ക് ഒരു കാരണവശാലും H2SO4നെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. കാരണം ഈ NH3 എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്, ഇതൊരു ബേസ് ആണ്. അതുപോലെ H2SO4 എന്ന് പറയുന്നത് എന്താണ്? ഒരു ആസിഡ് ആണ്. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു ആസിഡും ബേസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒരു സാൾട്ട്, അല്ലെങ്കിൽ ഒരു ലവണങ്ങളെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഇവിടെ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അമോണിയം സൾഫേറ്റ് എന്ന് പറഞ്ഞൊരു സാൾട്ടേ നമുക്കിവിടെ രൂപപ്പെടുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും കോൺസെൻട്രേറ്റഡ് H2SO4 ഒരു ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് നമ്മൾ അമോണിയയുടെ പ്രിപ്പറേഷനിൽ ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ഓൺ എഴുതാൻ പറ്റും. എന്താണ്? നോ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇനി അവർ ചോദിച്ചിട്ടുണ്ട്, ഇതൊരു ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ ചുമ്മാ ഒന്ന് പഠിച്ചു വെച്ചോ, ഇതുവരെ ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ എന്നാലും സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. H2SO4 ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? NH3 ഉണ്ട്. ഇത് രണ്ടും റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറും? NH4 ട്വൈസ് SO4 ആയിട്ട് മാറും. അതായത് ഇത് ആക്ച്വലി എന്താണ്? ഞാൻ ഈ യെല്ലോയിൽ മാർക്ക് ചെയ്യുന്നത്, ഇത് അമോണിയം സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാൾട്ടാണ്. ഓക്കെ, ഇതൊരു ആസിഡാണ്, അതുപോലെ തന്നെ NH3 എന്ന് പറയുന്ന ഒരു ബേസ് ആണ്. അപ്പോൾ ആസിഡും ബേസും കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറും? ഒരു സാൾട്ടായിട്ട് മാറും. അമോണിയം സൾഫേറ്റ് എന്ന് പറഞ്ഞ സാൾട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കോൺസെൻട്രേറ്റഡ് H2SO4 ഇവിടുത്തെ ഒരു ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാത്തത്. ക്ലിയർ ആണല്ലോ? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 യൂസസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ യൂസസ് വളരെ എളുപ്പമാണ്. എന്താണ്? ഒന്നാമത് നിങ്ങൾക്ക് പറയാം, ഫെർട്ടിലൈസറുകൾ ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. രണ്ടാമത് മെഡിസിൻസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇതിലും കൂടുതൽ യൂസസ് കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക? കെമിസ്ട്രി ലാബുകളിൽ, അല്ലേ? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കെമിക്കൽ ലബോറട്ടറീസ് എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതി വെക്കാൻ പറ്റും. ഇതുവരെ കിട്ടാത്ത അല്ലെങ്കിൽ പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലബോറട്ടറികളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട് സൾഫ്യൂരിക് ആസിഡിനെ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സം ഫെർട്ടിലൈസേഴ്സ് ആർ ഗിവൺ ബിലോ. ഇവിടെ കുറച്ച് ഫെർട്ടിലൈസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫംഗ്ഷൻ ഇൻ ദ പ്ലാന്റ്സും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് ഏതാണെന്നുള്ളത് ക്ലാസിഫൈ ചെയ്യണം. ടു ആക്സലറേറ്റ് ദ പ്ലാന്റ് ഗ്രോത്ത്, അതായത് സസ്യ വളർച്ച കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. വളരെ സിമ്പിളാണ്, ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലേ? യൂറിയ. എല്ലാവരും ടെക്സ്റ്റിലേക്ക് പോവുകയാണ്. ടെക്സ്റ്റിലേക്ക് പോകാതെ നിങ്ങൾ ഒറ്റയ്ക്ക് ആൻസർ ചെയ്ത് നോക്കുക, യൂറിയ. ഓക്കെ, അതുപോലെ ടു ഇൻക്രീസ് ദ പ്രോഡക്ടിവിറ്റി കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അമോണിയം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ NH4 അല്ലെങ്കിൽ അമോണിയം ഫോസ്ഫേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക, അമോണിയം ഫോസ്ഫേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഡക്ടിവിറ്റി അഥവാ വിളവ് കൂട്ടാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ബൂസ്റ്റ് ദ ഇമ്മ്യൂണിറ്റി ഓഫ് ദ പ്ലാന്റ്സിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് പൊട്ടാസ്യം ക്ലോറൈഡ് അഥവാ KCl ആണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും 4 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 4 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് പഠിച്ചു. അതായത് 16 മാർക്കിനുള്ള സംഭവങ്ങൾ നിങ്ങളിപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 20 മാർക്കിനുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പോയിട്ട് കാണണം. ഈ 4 ക്വസ്റ്റ്യൻസ് കിട്ടി, 16 മാർക്ക് കിട്ടി. കഴിഞ്ഞ വീഡിയോയിൽ 20 മാർക്ക് കിട്ടി. അങ്ങനെ ആകെ മൊത്തം 36 മാർക്കിനുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ ചാപ്റ്റേഴ്സുമായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം വേണം. മാക്സിമം ഉണ്ടെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് മുമ്പോട്ട് പോകാം. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കണം. ഇനി വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് മുമ്പോട്ട് പോകാം. ഓക്കെ, സോ താങ്ക് യു, ബൈ.